കേരളത്തിൽ കുട്ടിത്തെയ്യമായ ഓണത്താർ ഗൃഹസന്ദർശനം തുടങ്ങി. കർക്കിടക തെയ്യങ്ങളായ ആടിവേടനും കർക്കിടകോത്തിയും അരങ്ങൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഓണത്താറിന്റെ നാട്ടുസഞ്ചാരം. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ കുട്ടിത്തെയ്യം കാസർഗോഡിന്റെ മാത്രം കാഴ്ചയാണ്. വടക്കൻ കേരളത്തിൽ കുട്ടിത്തെയ്യമായ ഓണത്താർ ഗൃഹസന്ദർശനം തുടങ്ങി. കർക്കിടക തെയ്യങ്ങളായ ആടിവേടനും കർക്കിടോത്തിയും അരങ്ങൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഓണത്താറിൻ്റെ നാട്ടുസഞ്ചാരം. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ കുട്ടിത്തെയ്യം കാസർഗോഡിൻ്റെ മാത്രം പ്രത്യേകതയാണ്. വടക്കേ മലബാറിലെ നാട്ടിൻപുറങ്ങളിൽ ഓണത്തിന് മുന്നോടിയായി എത്തുന്ന കുട്ടിത്തെയ്യമാണ് ഓണത്താർ. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവം ഓണത്തിൻ്റെ വരവറിയിച്ച് നാട്ടകങ്ങളിലും വീട്ടകങ്ങളിലും എത്തുന്നു. കള്ളക്കർക്കിടകത്തിൽ നാട്ടകങ്ങളിലെ ആദിയും വ്യാധിയും കണ്ണീരുമൊക്കെ തൂത്തും തുടച്ചും ഭൂലോകത്തെ ചെറുപൈതങ്ങൾക്ക് സ്വാന്തനമേകിയും കുട്ടിത്തെയ്യങ്ങളായ ആടിയും വേടനും കർക്കിടോത്തിയുമൊക്കെ കാവകങ്ങളിലേക്ക് മടങ്ങി. ഇനി ഓട്ടുമണിയും കിലുക്കി ഓണവില്ലുമേന്തിയുള്ള ഓണത്താറിൻ്റെ വരവാണ്. ചവിട്ടിത്താഴ്ത്തിയിട്ടും പാതാളക്കുണ്ടിൽ നിന്നും വർഷാവർഷം മുളച്ചുപൊട്ടുന്ന മാവേലിപ്പാട്ടും പാടിയാണ് ഓണത്താറിൻ്റെ വരവ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ച പുരാതന സോഷ്യലിസ്റ്റ് കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒറ്റച്ചണ്ടയുടെ താളത്തിൽ ഓണത്താർ എന്ന കുട്ടിത്തെയ്യങ്ങൾ അത്യുത്തര കേരളത്തിൻ്റെ വീട്ടുമുറ്റങ്ങളിൽ ആടിത്തിമർക്കും. അതായത് കർക്കിടക മാസത്തിൽ പണ്ട് വെറുതെ മാസം എന്നാണ് പറയുന്നത്. അപ്പോൾ ആടിയും വേടനും വന്നിട്ട് അതിൻ്റെ നമ്മളെ ഈ ജ്യേഷ്ഠകളെല്ലാം പുറത്തേക്ക് തള്ളിക്കളയും. അപ്പോൾ ഗുരുസിയാക്കിയിട്ട് അവർ മറച്ചു കഴിഞ്ഞാൽ പൊന്നിൻ ചിങ്ങത്തിൽ വരുന്ന ഓണം നല്ല ഐശ്വര്യം കൊണ്ട് വരുന്നതിൻ്റെ സങ്കല്പത്തിൽ മാവേലിയൊപ്പരം ശ്രീകൃഷ്ണൻ്റെ ഒരു ഐതിഹ്യമായിട്ടാണ് ഈ വരുന്നത് വീടുകൾ. അപ്പോൾ കർക്കിടകത്തിലെ ആദ്യം വ്യാധി നീക്കി കഴിഞ്ഞാൽ ചില വീടുകളിൽ 100 മഞ്ഞളാക്കിയിട്ട് ഇതെല്ലാം ഒഴിഞ്ഞ് മറിച്ചു കഴിഞ്ഞാൽ ഓണത്തിൽ മറിച്ചുവിടാം. കാരണം ഓണത്തിൽ ഐശ്വര്യം വീട്ടിനുള്ളിൽ കയറുന്നതാണ്. അപ്പോൾ നമ്മളെ തെയ്യെല്ലാം ഈ കർക്കിടക തെയ്യം കഴിഞ്ഞ് സംക്രമണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ തറവാട്ടിൽ എത്തിയിട്ട് അതിൻ്റെ ചടങ്ങുണ്ട്. നമ്മളെ കയ്യെല്ലാം കഴുകിയിട്ട് കുളിസിൽ കൈ മുക്കിയിട്ട് ആ സമ്പ്രദായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓണത്തിന് നമ്മൾ തെയ്യം കഴിഞ്ഞപ്പാട് നേരെ വീട്ടിലേക്ക് ഓടിക്കയറും. അപ്പോൾ ഐശ്വര്യം വീട്ടിലേക്ക് എത്തിയെന്ന് അതിൻ്റെ സങ്കല്പം. ഓണത്തിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലകളിലെ നാട്ടിൻപുറങ്ങളിലെത്തുന്ന കുട്ടിത്തെയ്യങ്ങളാണ് ഓണത്താർ. മഹാബലിയുടെ സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവം ഓണത്തിൻ്റെ വരവറിയിച്ച് നാട്ടകങ്ങളിലും വീട്ടകങ്ങളിലും എത്തും. കർക്കിടക മാസത്തിലെ ദോഷമകറ്റുന്ന കുട്ടിത്തെയ്യങ്ങളായ ആടിവേടനെയും കർക്കിടോത്തിയെയും ഒക്കെ പോലെ കുട്ടികൾ തന്നെയാണ് ഓണത്താറും കെട്ടുക. വണ്ണാൻ സമുദായത്തിലെ ആൺകുട്ടികളാണ് ഓണത്താർ കോലം ധരിക്കുന്നത്. ഓട്ടുമണിയും കിലുക്കി ഓണവില്ലിൻ്റെയും ഒറ്റച്ചണ്ടയുടെയും താളത്തിലാണ് ഓണത്താറിൻ്റെ വരവ്. മുഖത്തെഴുത്തും ഉടയാടകളും തലയിൽ കിരീടവും ഉണ്ടാകും. വീട്ടുമുറ്റങ്ങളിലെ പൂക്കളത്തിന് ചുറ്റും ഓണത്താർ നൃത്തം വയ്ക്കും. ഇടത് കൈയിൽ ഓണവില്ലും പിടിച്ച് മണിമുട്ടിക്കൊണ്ടാണ് തെയ്യം ആടുന്നത്. ആട്ടത്തിന് പാട്ടിൻ്റെ അകമ്പടിയും ഉണ്ടാകും. മഹാബലിയുടെ ആഗമന കഥയാണ് ഈ പാട്ടിൻ്റെ ഇതിവൃത്തം. പണ്ട് മഹാബലി എന്നു പേരായി ഉണ്ടായി പണ്ടൊരു ധാനവേന്ദ്രൻ എന്ന് തുടങ്ങുന്ന പാട്ടിനൊപ്പമാണ്
ഓണത്താറിൻ്റെ നൃത്തം. വെച്ചകണ്ണാടി വിളക്ക് വീഴം വെണ്ണനൽ പൂക്കുല വെണ്ണച്ചാന്ത് പൂക്കലയും നല്ല വെള്ളരിയും നന്താർ വിളക്ക് തുളസിമാല നല്ലൊരു മാല തുളസിമാല ദേവന്റെ മാർവിൽ ചാർത്ത വേണം എല്ലാവരും പോയിനോ തോഴിമാരെ എലാമലർപ്പൊയ്ക പൂമുറിപ്പാൻ ഓണമാകുന്നതോ നാരായണ നാമെന്നറിയുക വേണ്ടതെന്ന് ഓണച്ചിറ്റാടെ ഉടുത്തു നന്നായി മറ്റുള്ള പട്ടും ഞെറിഞ്ഞെടിച്ചു. പിന്നെ ഓമനപ്പെയ്തലാം ഉണ്ണികൃഷ്ണൻ കാമാബലാന്തനം താന്തുണക്ക ഓമനിച്ചിയിടും ജനങ്ങൾ കണ്ടാൽ കാമനോടൊത്തുള്ള വേഷവുമായി. മഹാബലിയുടെ ഭരണകാലവും വാമനവേഷം പൂണ്ടെത്തുന്ന മഹാവിഷ്ണുവുമൊക്കെ ഈ പാട്ടിൻ്റെ ഭാഗമാണ്. ദേവന്മാരുടെ ആവശ്യപ്രകാരം മാവേലി മന്നനെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന കഥകളുമൊക്കെ ഈ പാട്ടിൽ പാടിപ്പറയും. മാവേലിപ്പാട്ടെന്നും ഓണപ്പാട്ടെന്നും ഈ പാട്ടുകൾ അറിയപ്പെടുന്നു. പ്രദേശത്തെ ജന്മാവകാശിയായ വണ്ണാൻ സമുദായത്തിലെ 6 മുതൽ 14 വരെ പ്രായമുള്ള ആൺകുട്ടികളാണ് ഓണത്താർ കെട്ടുന്നത്. ഒരു കുട്ടിയായിരിക്കും ഓണത്താർ കോലം ധരിക്കുക. മറ്റുള്ളവർ ചെണ്ടകൊട്ടി പാട്ടും പാടി ഓണത്താറിനെ അനുഗമിക്കും. വലത് കൈയിൽ മണിയും ഇടത് കൈയിൽ ഓണവില്ലും പിടിച്ച് മണി കിലുക്കിയാണ് ഓണത്താർ എത്തുക. 4 ദിക്കിലെയും വിശേഷങ്ങൾ കണ്ട് പ്രജകളുടെ സൽക്കാരം സ്വീകരിക്കാൻ മഹാബലി ഓണത്താറായി വീടുകളിൽ എത്തുന്നു എന്നും വിശ്വാസമുണ്ട്. വടക്കേ മലബാറിൽ ചിങ്ങമാസത്തിലെ ഉത്രാടം തിരുവോണം ദിവസങ്ങളിലാണ് ഓണത്താറിൻ്റെ വരവ്. എന്നാൽ ചില പ്രദേശങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലും ഓണത്താർ വീടുകളിൽ എത്താറുണ്ട്. പ്രദേശങ്ങൾക്ക് അനുസരിച്ച് ഓണത്താർ വിശ്വാസങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത്. ചില ദേശങ്ങളിൽ ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനായും വിശ്വാസമുണ്ട്. എന്നാൽ ചില ഇടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ്. പഴയകാലത്ത് ഉത്രാടം തിരുവോണം നാളുകളിൽ അത്യുത്തര കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഓണത്താർ എത്തിയിരുന്നു. എന്നാൽ ഇന്നത് അപൂർവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.